HIR സ്വാഗതം. മലയാളികൾക്കിടയിലെ രഹസ്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ഒളിച്ചിരുന്നു പാത്തിരുന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമാണ് HIR അഥവാ ഹരിചന്ദ്രൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. മറ്റുള്ളവരെ പറ്റിക്കാൻ ഏറ്റവും മിടുക്കരെന്ന് അഹങ്കരിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഓരോ സെക്കൻഡിലും നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം മലയാളികളായി നമ്മൾ മറന്നു പോകുന്നു. പറ്റിക്കപ്പെടുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ മലയാളികളാണ്. സാധാരണക്കാരുടെ തികച്ചും സാധാരണമായ ഒരു ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. പണ്ടൊക്കെ ആളുകൾ എൻ്റെ കർണത്തടിക്കുമ്പോൾ, ക്രിക്കറ്റ് കുത്തുമ്പോൾ, കവളിട്ട് കുത്തുമ്പോഴൊക്കെ എൻ്റെ പല്ലിന് നല്ല പുളിപ്പും ചവർപ്പും പിന്നെ എനിക്കൊരു ചെറിയ കലിപ്പുമൊക്കെ ഉണ്ടാകുമായിരുന്നു. പിന്നെ ചൂടുള്ള ഐസ്ക്രീം കഴിക്കുമ്പോൾ, തണുത്ത ചായ കുടിക്കുമ്പോൾ ഒക്കെ പല്ലിൽ ഇങ്ങനെ കിലുകില അനുഭവപ്പെടാറുണ്ട്. നിങ്ങളുടെ പല്ലിന് നോ നെഗറ്റിവിറ്റിയാണ്. ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റ് മാറ്റി പുതിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. അതാണ് കോൾ വാഷ് ടൂത്ത് പേസ്റ്റ്. ഡെയിലി ഉപയോഗിക്കൂ, പല്ലുകൾ മുത്തുപോലെ തിളങ്ങട്ടെ. കണ്ടോ, പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും തിളങ്ങിയെങ്കിൽ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അതെ, കോൾ വാഷ് ടൂത്ത് പേസ്റ്റ്. നിങ്ങൾക്കറിയാമോ, പണ്ട് എനിക്ക് തൊലിപ്പുറത്ത് പതിവായി വട്ടച്ചൊറി ഉണ്ടാവുമായിരുന്നു. അത് കണ്ട് എൻ്റെ കൂട്ടുകാരി സുജയുടെ ഭർത്താവ് രമേശേട്ടനാണ് അഡ്ജസ്റ്റ് ചെയ്ത് ആരും കാണാതെ എനിക്ക് പരിമളം സോപ്പ് വാങ്ങി തന്നത്. ആ സോപ്പ് ഉപയോഗിച്ച ശേഷം എൻ്റെ ശരീരത്തുള്ള വട്ടച്ചൊറി എല്ലാം മാറി. സഹ്യപർവ്വത നിരകളിൽ മാത്രം കണ്ടുവരുന്ന ഔഷധ ഗുണമുള്ള കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ നീരടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് സ്കിന്നിന് വളരെ ഗുണകരമാണ്. അതുകൊണ്ട് പരിമള സോപ്പ് ഉപയോഗിക്കൂ, വട്ടച്ചൊറി മാറ്റൂ, പ്രോബ്ലം ഫ്രീ ആക്കൂ. ഹെയർഫെയിൽ ഓയിൽ നല്ല തേങ്ങാപ്പാൽ പിരിച്ചെടുത്ത് തേങ്ങയുടെ മടല്, തൊണ്ട്, കോഞ്ഞാട്ട ഇവയെല്ലാം കൂടെ പിഴിഞ്ഞ് കാച്ചിയെടുത്തുണ്ടാക്കുന്ന ഔഷധ ഗുണമുള്ള എണ്ണയാണിത്. ഈ തൊണ്ട്, മടല് ആദിയായവ എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളും ഈ എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ എണ്ണ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിൽക്കുന്ന ആ മണം നമ്മളിൽ മാത്രമല്ല, അടുത്ത് നിൽക്കുന്ന ആളിലും ഈ മണം അനുഭവപ്പെടും. അമ്മാതിരി ഔഷധ ഗുണമുള്ള എണ്ണയാണിത്. ഈ എണ്ണ സ്ഥിരമായി നമ്മുടെ തലയിൽ തേക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ കറുത്തിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് മറക്കാതെ ഉപയോഗിക്കുക രമണിക ഹെയർഫെയിൽ ഓയിൽ. കണ്ടില്ലേ, ടിവിയിലെ പരസ്യങ്ങൾ കണ്ട് മൊത്തം സാധനങ്ങളും വാങ്ങിച്ചു കൂട്ടി പറ്റിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. പക്ഷേ HIR എന്നിവിടെ വിവരിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള പരസ്യ തട്ടിപ്പുകളുടെ കഥയല്ല. നമുക്ക് ചുറ്റും, നമ്മുടെ ഇടയിൽ എത്ര പേരെ വേണമെങ്കിലും പറ്റിക്കാൻ തക്കം പാർത്ത് നടക്കുന്ന ചില ബിരുദന്മാരെ കുറിച്ചാണ്. ഈ അടുത്തിടെ കല്ലേറ്റുകടവിൽ, അതായത് ഞങ്ങളുടെ അമ്മയുടെ വീടിന് അപ്പുറത്തെ വീട്ടിൽ, ഒരു സിദ്ധൻ ഒരു വ്യക്തിക്ക് കൊടുത്ത 8ന്റെ പണിയുടെ സംഭവ ബഹുലമായ കഥയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. സഹൃദയരെ, അങ്ങോട്ട് നോക്കൂ.
സ്വാമി മാമിയോ? ഏത് മാമി? മാമിയല്ല സ്വാമിന്ന്. നാം എല്ലാം കാണുന്നു. എന്ത് കാണുന്നു സ്വാമി? നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറി നിങ്ങളൊരു ധനികരാകാൻ പോകും. സത്യമാണോ സ്വാമി? പറഞ്ഞു തരാം. നിങ്ങളുടെ വീടിന്റെ കുഞ്ഞിക്കുഞ്ഞിൽ കന്നിക്കോണിൽ ഒരു നിധികുംഭം നാം കാണും. പക്ഷെ അത് നേടിയെടുക്കുവാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. മത്സ്യമല്ല സ്വാമി, സുശീല. അതും തെളിവായിക്കട്ടെ, അതെന്റെ വിഷയമല്ല. ആണോ? എന്റെ കഷ്ടപ്പാട് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാ സ്വാമി. ആണോ? മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. ഞാനാണോ അതോ ഇവിടാണോ? നിങ്ങൾ രണ്ടുപേരും. ഓ, രക്ഷപ്പെട്ടു. അത് എന്തൊക്കെയാ സ്വാമി ചെയ്യേണ്ടത്? പറഞ്ഞു തരാം. ഒരു 25,000 രൂപ ഇവിടുത്തെ കാണിക്കവഞ്ചിയിൽ നിക്ഷേപിക്കണം. വിദ്യാർത്ഥിക്കുള്ള അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. എന്നിട്ട് ഞാൻ പറയുന്ന സ്ഥലം ചെന്ന് കുഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ നിധികുംഭം കിട്ടും. 2000 വർഷം പഴക്കമുള്ള ആ നിധികുംഭം. വളരെ ഉപകാരം സ്വാമി. എന്നാ ഞങ്ങള് പോയിട്ടെ അത് മാന്തി എടുത്തോണ്ട് വരാം. എന്നാ മാന്തി എടുത്തോണ്ട് വരാം? നിധിയെ എടാവേ, കപ്പ മാന്തി എടുക്കുന്ന പോലെ നിധി മാന്തി എടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അല്ലേ? അതിന് 21 ദിവസത്തെ പൂജാകർമ്മങ്ങളുണ്ട്. ഓ, ഒരു ദിവസത്തെ ചിലപ്പോൾ 10,000 രൂപയാണ്. അങ്ങനെ 21 ദിവസത്തെ പണമടച്ച് രസീറ്റ് വാങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നിധി എടുക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? 21-ാം നാൾ രാത്രിയുടെ 2-ാം യാമത്തിൽ, എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിക്ക് നിങ്ങളുടെ വീടിന്റെ കന്നിക്കോണിലുള്ള ആദ്യം കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ 6 അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്താൽ നിങ്ങൾക്ക് 2000 വർഷം പഴക്കമുള്ള നിധികുംഭം കിട്ടും. പിന്നൊരു കാര്യം, ഈ 2000 വർഷം പഴക്കമുള്ള നിധികുംഭം കിട്ടുന്ന വിവരം നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറൊരു കുഞ്ഞും അറിയരുത്, പ്ലീസ്. എന്നാ ഇത് പൊളിഞ്ഞു. ആ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ രണ്ടുപേരും? അയ്യോ, അതും ഞങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് അറിയാമല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. പിന്നൊരു കാര്യം, ഈ 2 മണിക്ക് 1 മിനിറ്റ് മുന്നോട്ടോ 1 മിനിറ്റ് പിന്നോട്ടോ പോയാൽ ഈ നിധികുംഭത്തിലിരിക്കുന്ന നിധി കരിക്കട്ടയായി മാറും. അപ്പോൾ അത് പ്രത്യേകം സ്വാമി പറയുന്ന പോലൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യാം. പൈസ എപ്പോഴാണ് അടയ്ക്കേണ്ടത് സ്വാമി? കഴിവതും ഇന്ന് തന്നെ അടച്ചിട്ട് പോകുന്നതാണ് നല്ലത്. മുഴുവൻ തുകയെ അടച്ച് റിസിപ്റ്റും വാങ്ങിച്ച് വീട്ടഡ്രസ്സും ശിശുവിനെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. നോമിന് കൈ കഴിക്കും. നോമിന് ധ്യാനത്തിനുള്ള സമയമായി ധൈര്യമായി പോയി വരും. അയ്യോ അയ്യോ, പാമ്പ്! അത് പാമ്പും ചേമ്പൊന്നും അല്ലത്, മൺവെട്ടിയാ. ആ സിദ്ധൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, രാത്രി 2 മണിക്ക് തന്നെ നമ്മളാ ആ നിധി എടുക്കണമെങ്കിൽ ഇത് കരിക്കട്ടെ ആയി പോവില്ലേ? എടി, ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയല്ല നിന്നെ ഇവിടെ പിടിച്ചിരിക്കാ. ഞാനിവിടെ ഉറങ്ങാതെ തന്നെ ഇരിക്കുന്നത്. പിന്നെ 2 മണിക്ക് ഇനി 1 മിനിറ്റും കൂടെ ഉള്ളു കേട്ടോ. ഉറങ്ങാതെ അവിടെ ഇരുന്നോണം. ഓ, ആ നിധി നമുക്ക് കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ആ നിധി കിട്ടിയിട്ട് വേണം നമ്മുടെ കട ഒക്കെ മാറാൻ. എന്തൊക്കെ വാങ്ങണം? എന്തല്ല ഞാൻ കണ്ടുവച്ചേക്കണെന്ന് അറിയാവോ? ഞാൻ എന്തൊക്കെയാ കണ്ടുവച്ചെന്നറിയോ? കൈ നിറച്ചു വള, മാല, കമ്മല്. മൺവെട്ടി എവിടെ? മമ്മൂട്ടി നീ എടുത്തില്ലേ? പതുക്കെ പറ, ആൾക്കാർ കേൾക്കും. നീ നിന്റെ കൊല വെച്ച് എടുത്ത് വിളിക്കല്ലേ. എടി, ഇതാണോ സ്ഥലം? ഇതല്ലേ ആദ്യം കാണുന്ന മരം, മരത്തിന്റെ ചോട്ടിലെന്നല്ലേ പറഞ്ഞത്? കന്നിക്കോണിൽ ആദ്യം കാണുന്ന മരം ഇതാണ്. മറ്റേ മരമല്ലോ. കുത്ത് ഞാൻ എടി, എന്റെ അപ്പനെ കുടിച്ചിട്ടപ്പോഴുള്ള മരം. നീ എന്നെ കുടിച്ചിട്ടാണോ പരിപാടി? സമയം പോവും. ഞാൻ വെട്ടാം. എനിക്ക് മുണ്ടുകൊടുക്കണ്ട. നീ എന്നെ പറയണം. പതിയെന്ന് പറഞ്ഞാൽ കൊള്ളിയായിരുന്നു. ഞാനത് റൂട്ടാക്കി എടുത്തോളാം. നീ ഒച്ച വെച്ച ആൾക്കാരെ കൂട്ടല്ലേ? ഞാൻ കളിക്കാം. പതുക്കെ പതുക്കെ സമയം അത് കരിയായി പോകും. പിന്നെ കരിയായി പോവല്ലേ ഈ സാധനം. ആൾക്കാരറിയുന്നേ. പതുക്കെടുക്ക. അയ്യോ,
തുറക്കണോ? ഓ ദൈവമേ. തുറക്കട്ടെ. പതുക്കെ തുറക്കണേ. ഞാൻ കൈയിടാ ആദ്യം. നീ ഇട. ഇടാ. അയ്യോ, പനി. ഇതെന്നാ നിധി കരിഞ്ഞു പോയോ? ഞാൻ അപ്പഴേ നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഞാൻ എടുക്കണേന്ന്. നിങ്ങൾ ഒരു ഒടുക്കത്തൊരിക്കുന്നതാണ് അത് മൊത്തം കരിയായി പോയത്. അയ്യോ അയ്യോ, നോക്കി ചാരം. അയ്യോ, വെറുതെ ഒരു കുഴി വേസ്റ്റ് ആയി പോയില്ലേ? കെ ഫോർ കടി. കടിച്ച മൊത്തം അണപ്പട്ടി കയറ്റ മൊത്തം. ടച്ചിന് പ്ലാസ്റ്റിക് ആപ്പിളാണ് കൊണ്ടുവെക്കുന്നത്. എന്നിട്ടൊന്ന് ഒഴിക്കൂ. ഒഴിക്കാം. കുഞ്ഞുമോനെ ധൃതി പിടിക്കാതടാ. വെള്ളം 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 വെള്ളം. പട്ടിക്ക് വേണം. കുഞ്ഞുമോനെ നിന്റെ റിലേ നഷ്ടപ്പെടും. എടാ 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 മതിടാ. ഒരു കാര്യം നീ മനസ്സിലാക്കണം. എന്തോന്ന്? നമ്മൾ ഇന്ന് ആ വീട്ടുകാരോട് പ്രത്യേകം പറഞ്ഞേക്കുന്ന ഇന്നേ ദിവസമാണ് നിധി കുഴിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാ നിധി കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുമോനെ അടി എതിലേ വരൂ എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് ഞാനൊരു തടയിട്ടിട്ടുണ്ട്. എന്ത് തടാ? ഈ നിധി എടുക്കുന്നതിന് ഞാനൊരു സമയം പറഞ്ഞിട്ടുണ്ട്. ഒരു സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ ഈ നിധിക്ക് പകരം കരിക്കട്ടയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ പറഞ്ഞു കയറ്റി വെച്ചിരിക്കുന്നത്. അത് ഉഗ്രം ബുദ്ധിയാ. ആ വകുപ്പിൽ നമുക്ക് ഇവിടെ തടി രക്ഷപ്പെടുത്തിയെടുക്കാം. കൊള്ളാം കൊള്ളാം. ഒരെണ്ണം കൂടെ ഒഴിച്ചോ, ഒരെണ്ണം കൂടെ ഒഴിച്ചോ. ഒന്നുകൂടി. അല്ല, ആരണ്ട് മുട്ടുന്ന കഥകിന് ആരാ മുട്ടുന്നുണ്ട്? സാധനം മാറ്റി. സാധനം മാറ്റി. ഇതിവിടെ നിന്നോട്ടല്ലേ, ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. അമൃതൊക്കെ തലേന്ന് എടുത്തോളൂ. കള്ളു കുടിച്ചതിന്റെ ഒരു ഫീലിങ്സും കാണിച്ചേക്കല്ലേ കേട്ടോ. നിങ്ങളുടെ കാര്യം ഒഴിഞ്ഞ് ചെറുപനാക്കെടുത്ത് ഞാൻ വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. എന്റെ നാക്ക്. സ്വാമി പറഞ്ഞതുപോലെ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞങ്ങൾ കുഴിച്ചു, ഒരു കുടവും കിട്ടി. പക്ഷെ സ്വാമി പറഞ്ഞ പോലെ ആ കുടത്തിൽ നിധി ഇല്ലായിരുന്നു. സ്വാമിയുടെ കളറുള്ള കരക്കിട്ടയാണ്. എങ്കിൽ നാം പറഞ്ഞ സമയം നിങ്ങൾ തെറ്റിച്ച് കാണുന്നു. നാം പറഞ്ഞത് എന്താണ്? രാത്രിയുടെ 2-ാം യാമത്തിന്റെ ഒരു വിനാഴിക മുന്നോട്ടോ ഒരു വിനാഴിക പിന്നോട്ടോ മാറിയാൽ ഈ നിധികുംഭം കരിക്കട്ടയാവുമെന്ന് നാം പറഞ്ഞതല്ലേ? ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാവരും ഒന്ന് മാറി തന്നാൽ നമുക്ക് ധ്യാനത്തിനുള്ള സമയമായി. സ്വാമി അല്ല സ്വാമി, ഇത് എത്ര വർഷം പഴക്കമുള്ള നിധിയാണെന്നാ പറഞ്ഞേ? എന്താ സംശയം? 2000 വർഷം പഴക്കമുള്ള നിധികുംഭം. ഈ 2000 വർഷം പഴക്കമുള്ള നിധികുംഭത്തിൽ എവിടുന്നാ ഈ ബോംബെ ഡാങ്ങിന്റെ തുണി വന്നത്? അത് പറ, അത് പറ. അത് പൊതിഞ്ഞത് ഞാനല്ല, ഇവനാണ്. ആര് പൊതിഞ്ഞാലും വേണ്ടിയല്ല, നിന്നെ പൊതിഞ്ഞു കെട്ടി ഞാൻ അങ്ങ് കൊണ്ടുപോവാ. ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഇവനെ എവിടെ ഞാൻ അടിക്കണ? ഞാൻ ഇവന് കവളൊക്കെ എവിടെ ഇരിക്കട്ടെ? താടി പനങ്ങോല പോലെ ഊത്രയ്ക്കല്ല. മകനെ ഊത്രയിക്കരുത്. അവനോടെ വിളിച്ച് 2 പൊട്ടീന്. അതെന്തിനാ? അല്ലെ അവനെന്നെ പറഞ്ഞു തന്ന് കളിയാക്കും.